ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെമീന, ആബ്സല്യൂട്ട് മൈൻഡിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. നോ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പലപ്പോഴും യെസ് പറയാറുണ്ടല്ലേ. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന ക്യാരക്ടറാണ് പലപ്പോഴും യെസ് പറയുന്നത്. അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. ശരിക്കും ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ക്യാരക്ടറാണോ? അതായത് നമ്മളുടെ നീഡ്സ് എന്താണ് മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും യെസ് പറയാറ് അല്ലേ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഓഫീസിൽ ഒരു കൊളീഗ് ചോദിക്കുകയാണ്, നിൻ്റെ ലാപ്ടോപ്പ് ഒന്ന് കുറച്ച് സമയത്തേക്ക് യൂസ് ചെയ്യാൻ തരുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആക്കിക്കൊണ്ട് അവരെന്ത് വിചാരിക്കുന്നു എന്ന് വെച്ച് നമ്മൾ പലപ്പോഴും ലാപ്പ് കൊടുക്കാറുണ്ടല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു സമയത്ത് നമ്മളുടെ ടൈം അല്ലെങ്കിൽ നമ്മളുടെ വർക്കൊക്കെ പെൻഡിങ് ആക്കിക്കൊണ്ട് നമ്മൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ടല്ലേ. എപ്പോഴാണ് നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുക? അങ്ങനെ ഒരു സ്കില്ല് നമുക്ക് ഇന്ന് പരിചയപ്പെട്ടാലോ? 3 ബേസിക് ഇൻട്രാക്ഷൻ സ്റ്റൈലാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് പാസീവ് ഇൻട്രാക്ഷൻ സ്റ്റൈൽ. ഇതിലുള്ള ആൾക്കാർ അവരുടെ നീഡ്സും ഡിസയേഴ്സും ഒപ്പീനിയൻസും ഒന്നും വില വെക്കാതെ മറ്റുള്ളവരുടെ ഒപ്പീനിയനും നീഡ്സിനും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പാസീവ് ഇൻട്രാക്ഷൻ സ്റ്റൈലിലുള്ള ആൾക്കാർ. അവരെപ്പോഴും നോ പറയാതെ എല്ലാം എഗ്രി ചെയ്ത് അവർക്കൊരു പ്രത്യേകിച്ചൊരു അഭിപ്രായം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്തരം ആൾക്കാർക്ക് അവരുടെ നീഡ്സ് റെയർലി മാത്രമാണ് മീറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പം അവർക്ക് സ്വന്തമായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും, എന്തുകൊണ്ട് മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ സന്തോഷത്തിനെതിരെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ സ്റ്റൈലാണ് എഗ്രസീവ് ഇൻട്രാക്ഷൻ സ്റ്റൈൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, എഗ്രസീവായിട്ടുള്ള ആൾക്കാർ അവരുടെ സ്വന്തം നീഡ്സ്, അവരുടെ സ്വന്തം ഒപ്പീനിയൻസ് ആണ് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് പേടിച്ചിട്ടെങ്കിലും കുറച്ച് നാളത്തേക്ക് അവരുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കൂടെയുള്ള ആൾക്കാരൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഇതിൻ്റെ നടുവിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് അസേർട്ടീവ്നെസ്. ഈ ഒരു സ്കില്ല് ഇല്ലാത്തതിനെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഡെയിലി ലൈഫിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി നമുക്ക് അസേർട്ടീവ്നെസ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഡിപ്രഷനുള്ള ആൾക്ക് എപ്പോഴും ഒരു ലോ മൂഡായിരിക്കും. വീട്ടുകാരൊക്കെ പറയും മടിയാണ്, ഒന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അസേർട്ടീവ്നെസ് സ്കിൽ ട്രെയിനിങ്ങിലൂടെ നമുക്ക് അവരുടെ ചില ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യാനും, അല്ലെങ്കിൽ അവരുടെ വർക്കിലാവട്ടെ, അല്ലെങ്കിൽ ഒരു ലോ മൂഡാവുന്ന സമയത്ത് കൂടെ ആൾക്കാർ വേണം, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴി അവർക്ക് ഈ ഒരു ഡിപ്രഷൻ എന്ന അവസ്ഥയെ മാറ്റിമറിക്കാൻ അസേർട്ടീവ്നെസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉപകാരപ്പെടുന്നുണ്ട്. വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, കപ്പിൾസിൻ്റെ ഇടയിൽ പലപ്പോഴും ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് പബ്ലിക് പ്ലേസിലോ അങ്ങനെ എന്തെങ്കിലും ആവുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ കപ്പിൾസ് അനുഭവിക്കുന്ന ഒരു മനോവിഷമം ഉണ്ട്. അതൊക്കെ മറികടക്കാൻ ഈ ഒരു അസേർട്ടീവ്നെസ് സ്കില്ല് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, സബ്സ്റ്റൻസ് യൂസ് ഉള്ള ആൾക്കാർക്ക് അസേർട്ടീവായിട്ട് ഒരാളോട് എങ്ങനെ നോ പറയാം, അതായത് അവരെ പിയർ പ്രഷർ കാരണം നോ പറയാൻ പറ്റാണ്ട് ആ ഒരു ലൂപ്പിൽ അകപ്പെടുന്ന ആൾക്കാർ ഈ ഒരു അസേർട്ടീവ് സ്കിൽ ട്രെയിനിങ്ങിലൂടെ അവർക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ഓപ്പോസിറ്റുള്ള ആളെ ഹേർട്ട് ചെയ്യാണ്ട് നോ പറയാം എന്നതൊക്കെ അസേർട്ടീവ് സ്കില്ലിലൂടെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അസേർട്ടീവ്നെസ് സ്കില്ല് കോൺഫിഡൻസ് കൂട്ടാനും സോഷ്യൽ ഇൻട്രാക്ഷൻസൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാനൊക്കെ ഈ ഒരു സ്കില്ല് കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അസേർട്ടീവ്നെസ് സ്കില്ലിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്, എങ്ങനെ ഒരു പേഴ്സൻ്റെ നീഡ്സ്, ഡിസയേഴ്സ്, ഒപ്പീനിയനൊക്കെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതാണ് മെയിനായിട്ട് അസേർട്ടീവ്നെസ് സ്കില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. അസേർട്ടീവ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലേ. ഇനി നമുക്ക് എങ്ങനെ അസേർട്ടീവ് ആവാം? ഓക്കെ, നമുക്ക് പെട്ടെന്ന് ആർജിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലാണോ അസേർട്ടീവ്നെസ്, അല്ല ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടുള്ള ഒരു സ്കില്ലാണോ എന്ന് നോക്കാം.
അസേർട്ടീവ്നെസ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടു. നമുക്കിനി എങ്ങനെ അസേർട്ടീവ്നെസ് പഠിച്ചെടുക്കാം, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് ഈസി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ സാഹചര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് മുഖേന നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവാൻ സാധ്യതയുണ്ട്. ആദ്യം തന്നെ വർക്ക് സ്ഥലത്ത് അസേർട്ടീവ് ആവണമെന്നും പറഞ്ഞുകൊണ്ട് വർക്ക് സ്ഥലത്തേക്ക് അസേർട്ടീവ്നെസ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് ആ ഒരു പേഴ്സൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ ജഡ്ജ് ചെയ്യാത്ത സിമ്പിളായിട്ടുള്ള ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു സാഹചര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് ഒരു അസേർട്ടീവ് അല്ലാത്തൊരു വ്യക്തി ഓഫീസിൽ അസേർട്ടീവ് ആവേണ്ടി വരും, വീട്ടിൽ അസേർട്ടീവ് ആവേണ്ടി വരും, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അസേർട്ടീവ് ആവേണ്ടി വരും. ഇതെല്ലാ സ്ഥലത്തും ഒരു ടൈം തന്നെ അസേർട്ടീവ് ആവുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് ആദ്യം ഒരു ഏരിയ ഫോക്കസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പാണ് ഒരു തോട്ട് ഡയറി കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് ഈ ഒരു അസേർട്ടീവ്നെസ് സ്കില്ല് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഴ്സണിന് എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവും. അതായത് ഏത് സമയം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഫെയിലിയർ ആയിട്ടാണ് വരിക, അല്ലെങ്കിൽ ഞാൻ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്നെ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നില്ല. ഇത്തരത്തിലുള്ള തോട്ട്സ് അവർക്ക് ഉണ്ടാവും. ഈ ഒരു തോട്ട് ഒഴിവാക്കാനായിട്ട് ഒരു തോട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പാണ് അസേർട്ടീവ്നെസ് സ്കില്ലിൽ ഐ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട് പൊതുവെ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് ഈവനിങ് പുറത്തു പോകാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഓൾറെഡി ഓഫീസിലത്തെ ജോബൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ടുള്ള ഒരു പേഴ്സൺ ആളെങ്ങനെ വിചാരിക്കും, മോശമായിട്ട് കരുതുമെന്ന് വിചാരിച്ച് യെസ് പറയാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഐ സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുക. അതായത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ടയേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐ സെൽഫിഷ് ആയിട്ടുള്ള ഐ ആയി മാറാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പാണ് നിങ്ങളുടെ നീഡ് എന്താണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എനിക്ക് പുറത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ടയേർഡാണ്. ഇതിലെൻ്റെ നീഡ് എന്താണ്? എനിക്ക് പുറത്ത് പോവണ്ട, ഈ ഒരു നീഡാണ്. ഇത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അസേർട്ടീവ്നെസ്സിന് ഒരു റൈറ്റ് വേ എന്ന് പറയുന്നതില്ല. കാരണം അത് ആൾക്കാർ, ഇവൻറ്റ്, സിറ്റുവേഷനൊക്കെ മാറുന്ന സമയത്ത് അസേർട്ടീവ്നെസ്സും മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് അസേർട്ടീവ്നെസ്സിന് ഇല്ല. അടുത്തൊരു സ്റ്റെപ്പാണ് നോൺ വെർബൽ ബിഹേവിയർ കോൺഷ്യസ് ആവുക എന്നുള്ളത്. അതായത് പലപ്പോഴും നമ്മുടെ നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടോണ്, ആക്ഷൻസ്, നോൺ വെർബൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സ്, അതൊക്കെ ഈ ഒരു അസേർട്ടീവ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. അടുത്തത് എങ്ങനെ അസേർട്ടീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. ഡെസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫോം നമുക്കിതിന് യൂസ് ചെയ്യാം. അതായത് ഡി ഫോർ ഡിസ്ക്രൈബ്. അതായത് നമ്മുടെ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്രദർ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ഞാനാണ് വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തത്. ഓക്കെ, ഇത് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാർട്ട്ണർ ക്ലീനിങ് ജോബിന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ സ്പെസിഫൈ ചെയ്യുക. അതായത് നീയും കൂടെ ഉണ്ടായാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ സ്പെസിഫിക്കേഷൻ കൊടുക്കുക. നമുക്ക് രണ്ടാൾക്കും ചെയ്യാമെന്നുള്ള രീതിയിൽ. അടുത്തത് കോൺസിക്വൻസസ് പറയാം. അതായത് നെഗറ്റീവ് കോൺസിക്വൻസസും പറയാം, പോസിറ്റീവും പറയാം. പോസിറ്റീവിൽ പറയുന്നത് നീ കൂടെ ഹെൽപ്പ് ചെയ്താൽ ഞാൻ കുറച്ചും കൂടി ഓക്കെ ആവും, എനിക്ക് എന്താ പറയുക, ഫ്രസ്ട്രേഷനും ആ ഒരു ഓവർവെൽമിംഗ് ഒക്കെ കുറയും. പോസിറ്റീവായിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോൺസിക്വൻസസ് കൂടെ പറയാം. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അസേർട്ടീവ്നെസ് സ്കില്ല് പ്രാക്ടീസ് ചെയ്യുക. ഒരു ചെറിയൊരു യൂസ്ഫുൾ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം.
അതായത് പ്രത്യേകിച്ച് ഈ പിയർ പ്രഷറൊക്കെ ആയിട്ട് ഡ്രഗ്സൊക്കെ നിങ്ങൾക്ക് വെച്ച് തരുന്ന സമയത്തോ അല്ലെങ്കിൽ സെയിൽസ്മാന് ഒരു ഡ്രസ്സ് എടുക്കാൻ നിർബന്ധിക്കുന്ന സമയത്തോ ഉള്ള ഒരു ടെക്നിക്കാണിത്. ബ്രോക്കൺ റെക്കോർഡ് എന്നാണ് ഈ ടെക്നിക്കിന് പറയുക. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ പറയാം. അതായത് നോ, ഒറ്റ നോ പറയാ. ദെൻ വീണ്ടും അവർ നമ്മളെ ശ്രമിക്കും ഇത് വേണോ ചോദിച്ചിട്ട്. ഈ സമയത്ത് എന്ത് ചെയ്യുക? നോ താങ്ക് യു. അതായത് നമ്മൾ പറഞ്ഞത് തന്നെ സിമ്പിളായിട്ട് ഷോർട്ടാക്കിയിട്ട് റിപ്പീറ്റായിട്ട് പറയാം. ഈ സമയത്ത് അവർ തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്താ, നമ്മൾ ആ ഒരു സ്റ്റേജിൽ തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് അവർക്ക് ഓപ്പോസിറ്റുള്ളാൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതാണ് ഒരു ടെക്നിക്ക്. ഇങ്ങനെ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അസേർട്ടീവ്നെസ് സ്കിൽ ട്രെയിനിങ് ചെയ്യുക. അസേർട്ടീവ്നെസ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസും അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു അസേർട്ടീവ്നെസ് സ്കിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപകാരം ഉള്ള ഒരു സ്കില്ലായിട്ട് മാറും. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.